ഞങ്ങൾ 52 പേർ മാത്രമാണുള്ളത്. ആ 52 പേർ ധാരാളമാണ് ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകളെ, തകർച്ചകളെ, അതിനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ വിമർശിക്കാൻ ഞങ്ങൾ 52 പേർ ധാരാളമാണ്. ഭരണപക്ഷത്തിനെതിരെ പോരാടാൻ ഈ 52 പേർ ധാരാളമാണെന്ന രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകൾക്ക് കൃത്യമായിട്ടുള്ള ശക്തി പകരുകയാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർ. അതിൽ ഇടതിൻ്റെ MP-യും കൂടിയുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ലോക്സഭയിൽ സുമിത്ര മഹാജന് ശേഷം ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മുന്നോട്ട് വന്ന ഓം ബിർള, സംഘപരിവാറിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് സ്പീക്കർ ഭരണപക്ഷത്തിന് എന്തും ലോക്സഭയിൽ ചെയ്യാം, പാർലമെന്റിനകത്ത് ചെയ്യാം. മറിച്ച് പ്രതിപക്ഷം എന്തെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അവരോട് റൂള് പറഞ്ഞുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് സ്പീക്കർ എത്തിയപ്പോൾ ഹൈബീഡന്റെ കലക്കൻ മറുപടി കടന്നു വന്നു. ഹൈബീഡൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഓടുപൊളിച്ച് ഇവിടെ വന്നവരല്ല, മറിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളായി ഇവിടെ എത്തിയവരാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യും. അതിനെ ആരെതിർത്ത് കഴിഞ്ഞാലും ഞങ്ങളത് സംസാരിക്കുക തന്നെ ചെയ്യും. അവര് നോട്ടമിട്ടിരിക്കുന്നത് കേരളത്തിലെ 20 MP-മാരെയാണ്. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, പ്രതാപനായാലും ശശി തരൂരായാലും അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് ആയാലും ഹൈബീഡനായാലും പ്രതിപക്ഷത്തിനെതിരെ നീക്കുപോക്കുകൾ നടത്തുമ്പോൾ, അതുപോലെ തന്നെ ജയശ്രീരാം വിളികളുമായി പാർലമെന്റിനെ വൈകാരികതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ എതിർത്ത് സംസാരിക്കാൻ രംഗത്ത് വരുന്നവർ ഈ MP-മാർ മാത്രമാണ്. അവർ രംഗത്ത് വരുമ്പോൾ ഭരണപക്ഷത്തിന് വായടച്ച് മിണ്ടാതിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെത്തുമ്പോൾ ലോക്സഭാ സ്പീക്കർ മുന്നോട്ട് വെച്ച ഒരു തീരുമാനമാണ്: എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ ശബ്ദം ഉയർത്താൻ വേണ്ടി പാടില്ല, ആ സംസാരത്തിന് ശേഷം മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നീക്കുപോക്കുകൾ നടത്തുന്നു. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് എന്തും അവർക്കാവാം, പാർലമെന്റിൽ എന്തും വിളിക്കാം, വൈകാരികത അല്ലെങ്കിൽ വർഗീയതപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അതിനൊന്നും എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് സ്പീക്കർ മുന്നോട്ട് വെച്ചതെങ്കിൽ അത് കേരളത്തിൻ്റെ MP-മാർ പാർലമെന്റിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരില്ല. കാരണം പാർലമെന്റിൽ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് കേരളത്തിൽ നിന്നും വിജയിപ്പിച്ചയച്ചിട്ടുള്ള 20 MP-മാരും മുന്നോട്ട് വെക്കുന്നുള്ളത്. ശശി തരൂർ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിന്റെ ചില നിർണായക സ്വരങ്ങൾ അത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ലോക്സഭയെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ഭരണപക്ഷത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായിട്ടുള്ള രീതിയിലാണ് പാർലമെന്റിന്റെ അകത്ത് ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ളത്. NK പ്രേമചന്ദ്രൻ ശക്തമായിട്ടുള്ള നിരീക്ഷണ ബോധത്തോടു കൂടി ഒരു 19 പേരെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ, ഒരു പടനായകൻ എന്ന രീതിയിൽ പ്രേമചന്ദ്രൻ മുന്നോട്ട് പോകുന്നതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അങ്ങനെ 20 പേരും ശക്തമായിട്ട് പാർലമെന്റിന്റെ അകത്ത് ഭരണപക്ഷം മുന്നോട്ട് കൊണ്ടുവരുന്ന പൊതുജനങ്ങൾക്ക് ഒരിക്കലും ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിനെതിർത്ത് സംസാരിക്കാൻ ഒരു പട തന്നെ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട്. ആ പടയെ ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് സ്പീക്കർ ഓം ബിർള നടത്തുന്നത്. അതിന്റെ യാഥാർത്ഥ്യമായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചത്. അതിനെതിരെ ഹൈബീഡൻ അടങ്ങുന്ന MP-മാരൊക്കെ ശക്തമായ സ്വരത്തിൽ തന്നെ അതിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.